ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഷോ ആണത്. സോഫയും കസേരയൊക്കെ ഇട്ടിരിക്കുമ്പോൾ തന്നെ അറിയാം എന്ത് ഷോ ആണ്. ടോക്ക് ഷോ അൺഫിൽറ്റേഡ്, അതാണ് നമ്മുടെ ഷോൻ്റെ പേര്. നമ്മുടെ സർക്കാസ്റ്റിക് ഫ്രൈഡേ സ്റ്റുഡിയോസ് അതിൻ്റെ ബാനറിലാണ് നമ്മളിപ്പോൾ ഈ ഷോ റൺ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ഓൾ ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേഡ്. സർക്കാസ്റ്റിക് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ എന്താണ് ഷോ? ഞായറാഴ്ചയാണ് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാവശ്യം അവിടെ വന്നിരിക്കാം, പ്രായം തോന്നി വിളിച്ചു പറയാം. വെറുതെ ഞായറാഴ്ച ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ള എന്തെങ്കിലും കാര്യമുള്ള കാര്യങ്ങൾ പറയണ്ടേ? അതല്ലേ നമ്മുടെ ആ ഒരു കാര്യം. അതെ അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോ എപ്പിസോഡിലും ഓരോ ടോപ്പിക്ക് വയ്ക്കാം. എന്ത് ടോപ്പിക്? എങ്ങനത്തെ ടോപ്പിക്? അതായത് എന്ത് ടോപ്പിക്കും വയ്ക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് റണ്ണിങ് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ തോന്നാമല്ലോ, നമ്മൾ വെറുതെ ഇപ്പോൾ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും വൈകുന്നേരം ചായ കുടിക്കും സംസാരിക്കുമ്പോൾ ഒക്കെ കുറേ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ മണ്ടത്തരങ്ങളോ പൊളിറ്റിക്സോ എൻ്റർടൈൻമെൻറ്റോ വണ്ടികളെ കുറിച്ചോ ഇപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങൾ കമ്പ്യൂട്ടേഴ്സ് മൊബൈൽസ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വാദിക്കാറുണ്ട് കൂട്ടുകാരുടെ അടുത്ത്, ഇല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു നിയമവശമായിരിക്കും, നമ്മളിപ്പോൾ ഒരു ടോളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്, ഇത് ആവശ്യമുണ്ട് ഇത് ആവശ്യമില്ല, ഇഷ്ടംപോലെ കാര്യം പറയാറുണ്ട്. അത് എൻ്റെ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതി. അതായത് അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമ്മൾ പറയാം, ഇപ്പോൾ ചിലപ്പോൾ നീ ഒരു ടോപ്പിക്ക് പറയുന്നുണ്ടാവും, അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ ഞാൻ പറയാം, ചിലപ്പോൾ ഇവർ ഒപ്പോസ് ചെയ്തിട്ടായിരിക്കും പറയാം. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ജനറേറ്റ് ആവണേ? വ്യൂസ് ആണെന്ന് പറയരുത്, അടി ജനറേറ്റ് ആവും. നാളെ മുതൽ നമ്മൾ യാത്രകള് അതല്ല, നമ്മൾ ഒരു സൊസൈറ്റിയിൽ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ആദ്യമൊക്കെ 10 പേരെ 100 പേരൊക്കെ കാണണ്ടാവുള്ളൂ. അതിൽ ചിലവരെങ്കിലും ഒന്ന് ചിന്തിക്കും, ശരിയാണല്ലോ നമ്മളിങ്ങനെ ചിന്തിച്ചില്ലല്ലോ, ആ പറയണ കാര്യം. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹോണസ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയാം. അതാണ് എന്ത് അൺഫിൽറ്റേഡ്. പേര് പഠിച്ചു ഭാഷ കൂട്ടിയിട്ട് പറയണ അൺഫിൽറ്റേഡ്. ശബ്ദത്തിന് കുറച്ച് ബേസ്. അതെ അതെ, അത് നമുക്ക് എക്കോ കിട്ട് ഇൻട്രോയിന് കൊടുക്കാം. ഇപ്പൊ ഒരുമിച്ച് പറഞ്ഞ ഒരുമിച്ച് അല്ല അതേപോലെ നമുക്ക് ആക്കാന്ന്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഒരു ഇൻട്രോയ്ക്ക് പോലെ പറയാം, അത് ഓൾറെഡി കുറെ റിസർവേഷൻസ് അല്ലെങ്കിൽ പരിഗണനകൾ പ്രയോറിറ്റീസ് കുറെ വുമൻസിന് ഗേൾസിന് ഒക്കെ ആയിട്ട് ഉണ്ട് നമ്മുടെ നാട്ടില്. മുൻതൂക്കം എന്ന് പറയാൻ പറ്റില്ല, ഞാനതിന് മുൻതൂക്കമായിട്ടല്ല കാണുന്നത്. അതായത് പണ്ട് കാലത്ത് കുറെ അവർക്ക് എതിരെ കുറെ ആൾക്കാരുണ്ട്. ഇത്രയൊക്കെ മതി വല്ലാതെ തഴഞ്ഞു കിടന്നൊരു കാലം. അന്ന് ആവശ്യത്തിന് വേണ്ടി അന്നത്തെ ഒരു ആവശ്യമായിരുന്നു, പക്ഷെ അന്നത്തെ ആവശ്യം അതിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ വാദിക്കണം. അതാണ് ടോപ്പിക്ക് ഞാൻ പറഞ്ഞത്. അതായത് അന്ന് ശരിയാണ്, ഈ റൂൾ ഉണ്ടാക്കിയിരുന്ന സമയത്തൊക്കെ ശരിയാണ്, കുറെ ആ റൂള് വേണ്ടതായിരുന്നു, അത്യാവശ്യം വേണ്ടതായിരുന്നു. കാരണം അവർക്ക് അത്ര പോലും ഒരു പരിഗണനയും കിട്ടാത്തതുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സിനിമകളുണ്ടായിരുന്നു എക്സാമ്പിളായിട്ട്. അപ്പോൾ അന്ന് റൂൾ ഉണ്ടാക്കിയ സമയത്ത് ശരിയായിരുന്നു. ഇന്ന് ആ റൂളിന് എത്രത്തോളം ആവശ്യകത ഉണ്ട്, അത് ഇന്ന് ആ റൂള് അനാവശ്യമാണോ? ഇന്ന് അനാവശ്യം എന്നുള്ളതിലുപരി അത് ഭയങ്കര മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കുറേ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ അടുത്ത് ആ ഒരു ബസ്സിലെ ഇൻസിഡൻറ്റും ഒരു ആള് സൂയിസൈഡ് ചെയ്തില്ലായിരുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് മറ്റേ എന്താണ്ട് ഒരു അടി ഉണ്ടായില്ലേ, എന്തോ ഒരു കാസ്റ്റും പറഞ്ഞ് അത് ജാതി ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, അതാണ്. അപ്പൊ അതൊരു മിസ്യൂസ് സംഭവമാണ്. അതായത് ബസ്സിൽ കയറുമ്പോൾ അവർക്കുള്ള ഒരു പരിഗണന അത് ഓൾറെഡി ശരി കൊടുക്കണം, അതിൽ തെറ്റില്ല. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ ലോങ് ട്രാവൽ ബസ്സിൽ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും അത് വുമൺ സീറ്റാണ്. ലോങ് ട്രാവലിൽ അത് ആവശ്യമാണ്. മിക്കതും ബസ്സുകൾ ലോങ് പോകുന്നൊക്കെ നൈറ്റ് ആയിരിക്കും. സോ സേഫ്റ്റി പർപ്പസ് അത് റിസർവേഷൻ കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് മാത്രമേ റിസർവ് ചെയ്യാൻ പറ്റുള്ളൂ ആ സീറ്റ്. സോ ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയാലും അതൊക്കെ ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ ആ റൂള് തെറ്റായി പോണ എവിടെയാ? സോഷ്യൽ മീഡിയയുടെ കുറെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. അത് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇട്ട് നമ്മൾ സ്റ്റാർ ആവുക, അതാണ് പലരുടെയും ചിന്ത.
വെറുതെ ഷോ എന്ത് പറയുന്നു, നടുക്കിരുന്ന് കേട്ടോണ്ടിരിക്കുക. പറ. എന്താ പറയാ, ഈക്വാലിറ്റി അല്ല മുന്നേ ഇങ്ങനത്തെ ഒരു ഇത് ആവശ്യമായിരുന്നു, കുറെ ആനുകൂല്യങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവരുണ്ട്, അവര് ഇല്ലെന്നില്ല. ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഒരുപാട് മുന്നോട്ട് അല്ല പോയത് ഇപ്പൊ ശരിക്കും ആണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വല്ല നിയമം കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ശരിക്കും ഉണ്ട്, വരുമെന്ന് പറയണ്ടല്ലോ. അല്ല അത് നമ്മുടെ പക്ഷെ മറ്റേ ഷവാദിന് ഓർത്ത പോലെ എല്ലാവരും പോട്ടെ, നമ്മുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു, രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ ഇത് മറ്റേ പുരുഷ കമ്മീഷൻ തുടങ്ങാൻ പോകുന്നു. മെൻസ് ഡേ വേണം. അതെ, മെൻസ് ഡേ ഓൾറെഡി ഉണ്ട്, അത് ആർക്കും അറിയൂല, ആരും ആഘോഷിക്കാറുമില്ല. പക്ഷെ നമ്മുടെ മാതൃപൂജ പോലത്തെ പരിപാടികളൊന്നുമില്ല, പിതൃപൂജ ഇല്ല. കുറച്ച് ഓവർ ആണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്കൂളിൽ പിള്ളേരെ കാല് കഴുകണേ. കാല് കഴുകലല്ല, ഒരു ബുദ്ധിമുട്ടായി പോകും ആ സമയത്തൊക്കെ. അതൊരു നല്ല ഫംഗ്ഷൻ പോലെ വെച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്ത് ഓക്കെ പിള്ളേർക്ക് കാല് കഴുകണം എന്നല്ല പറഞ്ഞു കൊടുക്കണ്ടേ. അതല്ല, അതിന്റെ മോട്ടീവിനാണെങ്കിൽ ഈ കാല് കഴിക്കുന്ന ഈ പിള്ളേരിൽ എത്ര പേർക്ക് അറിയാം ഇതിന്റെ? അതല്ല, ലോങ് ആയിട്ടുള്ള പ്രൊസീജിയർ ആവാണ്ട് കാര്യം പറയാ. നമ്മള് മാതൃപൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാതൃപൂജ പറഞ്ഞ ഡേ ഉണ്ട്. ആ ഡേയില് പിള്ളേരുടെ എല്ലാവരും അമ്മമാര് സ്കൂളില് അല്ലെങ്കിൽ അത് വിദ്യാനികേതൻ സ്കൂളിലാട്ടോ. വിദ്യാനിക അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സ്കൂൾസിലാണ്. അമൃത സ്കൂളുകളിലുണ്ട്. മെയിൻ എല്ലാ സ്കൂളിലും CBSE സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടെന്നല്ല പറയണത്, വിദ്യാനികേതൻ സ്കൂളിലുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ആ ഒരു കൾച്ചർ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതില് ആ അമ്മമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ഹാളിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ആയിരിക്കും അത് സംഘടിപ്പിക്കുക. അപ്പൊ അവിടെ അമ്മമാരിരുന്ന് അമ്മമാര് കസേരയിലിരിക്കുക, പിള്ളേര് താഴെ ഇരുന്നിട്ട് ചെറിയൊരു പൂജ പോലെ കുറച്ച് പൂക്കൾ കൊണ്ടുവരണം വേണം. കാല് ഒരു തളികയ്ക്ക് വെക്കും, എന്നിട്ട് അതിലേക്ക് പൂവിട്ടിട്ട് വെള്ളം ഒഴിക്കും. അങ്ങനത്തെ ഒരു പരിപാടി. അങ്ങനത്തെ പരിപാടി ഉണ്ട്. അപ്പോ അത് മോശമെന്നല്ല ഞാൻ പറയണേ, അത് എന്തിനു ജീവിക്കണേ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അതിപ്പോഴും പല പിള്ളേർക്കും അറിയില്ല. മെയിനായിട്ട് പറയേണ്ടത് അമ്മമാരെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ അമ്മമാരെ പൂജിക്കണം, ദൈവമായിട്ട് കാണണം. അതല്ല മെയിൻ പ്രശ്നം. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോട് എങ്ങനെ ബാക്കിയുള്ള കഥകൾ മുഴുവൻ പറയണതിന്റെ ഒരു ഇത്തിരി ശതമാനത്തിനാണ് ഈ മാതൃപൂജയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പരിപാടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവസാനം കൊണ്ട് മാതൃപൂജയ്ക്ക് ഇതാണ്. അപ്പോഴേക്കും പിള്ളേര് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ആ പ്രസംഗമൊക്കെ കേട്ട് വരുമ്പോ ഇത് എന്താണ് ആക്ച്വലി പറഞ്ഞ ടോപ്പിക് വുമൻസ് മെൻസ് ഡേ വേണം നമ്മള് പറഞ്ഞു തന്നത്. പക്ഷെ നമ്മള് ഡൈവേർട്ട് ചെയ്ത് പോയാലും പോയിന്റ് തന്നെയാണ്. പോയിന്റാണ്. ഞങ്ങൾ പൂജിക്കാറുണ്ട്. ഞങ്ങൾ 3 പേരും വിദ്യാനികേതൻ സ്കൂളിൽ. എന്റെ അമ്മയ്ക്ക് വരാൻ ചാൻസ്. എന്റെ അമ്മ വർക്ക് ചെയ്യുന്നതാണ്, രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ വരുന്നത്. ഇതിനിടയ്ക്ക് സ്കൂളുകാര് പൂജ എന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പണിക്ക് പോയാലേ വീട്ടില് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പൂജ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അമ്മേനെ വീട്ടിലല്ലാണ്ട് പൂജിച്ചോണ്ട് അമ്മ ഇടയ്ക്ക് തന്നെ ചൂലൊക്കെ എടുത്ത പൂജിക്കാറ്. ചൂല് ചെരുപ്പ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത പോലെ. ഇവള് പെണ്ണല്ലേ, കിട്ടല് കുറവാ. എടാ ഇപ്പൊ ആണും പെണ്ണും തല്ലുവിടാ. ആണിന്റെ ഭാഗത്തേക്കും കൂടുതലും തല്ലുവിടുമ്പോ അട്രാക്ട് ആവാ പ്രശ്നങ്ങൾ. അല്ല, സേഫ് ആവും കൊറേയൊക്കെ സേഫ്. അങ്ങനത്തെ ബ്ലെയിമിങ് അല്ല. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പെണ്ണാണല്ലോ നീ. ഇപ്പൊ ഒരു ആണും പെണ്ണും ഭാര്യയും ഭർത്താവും, ഒരാണും പെണ്ണും ഭാര്യയും ഭർത്താവാണ്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി, ഒബിയസ്ലി നമ്മള് കൂട്ടുകാർ തമ്മിൽ തല്ലുണ്ടാവണ പോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുണ്ടായി കഴിഞ്ഞാൽ അടി കൊള്ളുമ്പോ വരുമ്പോ സംസാരിക്കുമ്പോ ആരുടെ പേരിൽ വരാ? ആണിനെ പെണ്ണ് വലിയ പെണ്ണിനാണ് സാഹചര്യം ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം അതെ, പക്ഷെ നമുക്ക് നിയമപരമായിട്ട് സപ്പോർട്ട് പക്ഷെ അവർക്ക് കിട്ടും. അതാ പറഞ്ഞേ, എന്ത് വന്നാലും നീ തൊട്ട് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് വരും. അല്ല, അത് കുറിച്ച് പറയുമ്പോഴേ ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവോഴ്സിന്റെ കേസില് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പരിഗണന കൊടുത്തു. സിനിമ നമ്മുടെ ആഭ്യന്തര കുറ്റം അല്ലല്ല, അല്ല അതില് പെണ്ണിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാൻ പറയാം, ഇവൻ ഉദ്ദേശിച്ച സിനിമ ആഭ്യന്തര കുറ്റവാളിയായിരിക്കും. അതാ പറയാൻ വന്നത്, ഒരുപാട് കൊടുക്കുന്ന അതില് ആ നായിക്ക് മര്യാദക്ക് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പോണം കാശ്. അല്ല, അത് ആക്ച്വലി സംഭവം അതിൽ കാണിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ അലിമണി അല്ലെങ്കിൽ ജീവനാംശം എന്ന് പറയുന്ന സാധനം
കുറെ സ്ത്രീകൾ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ എഴുതി കൊണ്ടുവന്നത് എന്നിട്ട് പറയണ പറ അത് അപ്പോൾ ആ സാധനം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അതൊരു മിസ്യൂസിങ് ആണ് ഈ പറഞ്ഞ പോലെ. അത് ഒരാളുടെ ജീവിതം തകർത്ത് കാശുണ്ടാക്കുക എന്നുള്ളതല്ല. അതായത് ചില സ്ത്രീകൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിന് വേണ്ടി കല്യാണം കഴിക്കും, കാരണം കണ്ടുപിടിച്ച് ഡിവോഴ്സ് മേടിക്കും. കാരണം എന്താ, അവർക്കറിയാം അവര് സേഫാണ്, എന്ത് പ്രശ്നം എന്തായാലും അവർക്ക് കാശ് കിട്ടും, കാശ് മതി, അവരവരുടെ ജീവിതം സെറ്റിലാക്കാൻ നോക്കുക. ആവശ്യമുള്ളവർ എന്ത് കാശ് ആവശ്യമുള്ളവരാ? അല്ല, ചിലര് നോക്ക് ഇപ്പൊ ഒരു ലൈഫ് ടൈം മുഴുവൻ ഇയാൾക്ക് വേണ്ടി ഡിവോഴ്സ് കൊടുക്കുന്നതിനല്ല പ്രശ്നം ഇവിടെ പറയുന്നത്. ആലിമണി കൊടുക്കുന്നതിനല്ല പ്രശ്നം. ഇത് ആലിമണി കൊടുക്കുന്നതും പ്രശ്നം പറയുന്നില്ല. ആവശ്യക്കാർക്ക് അത് കറക്റ്റ് അന്വേഷിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇത് എന്ത് വന്നാലും ചില സ്ത്രീകളത് വിശ്വസിച്ച് ഇതിനു വേണ്ടി കല്യാണം കഴിച്ച് ഡിവോഴ്സ് അടിക്കുന്ന ആൾക്കാരുടെ കാര്യം അതാ പറഞ്ഞേ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന നിയമങ്ങള് അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നും കൂടി കല്യാണം കഴിക്കാണ്ടും മേടിക്കാം. ഈ കേസിൽ മാത്രമല്ലല്ലോ, എല്ലാ കേസിലും അതുണ്ട്. അത് നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഓരോരോ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അതിലും കിട്ടും നല്ല രീതിയിൽ പൈസ. ഇതേ എമൗണ്ടുകൾ തന്നെ പോരും. അത് പക്ഷെ പൊക്കി കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് നിൽക്കൊന്നുമില്ല. അങ്ങനൊന്നുമല്ല, കിട്ടിയവരുണ്ട്. അല്ലല്ല, വേറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു, എടാ ഭയങ്കര സീനായി, ഞാൻ അറിയാണ്ടൊരു പെണ്ണിന് വീഡിയോ കോൾ ചെയ്തു, അവളെ 5000 രൂപ പറയണെന്ന് പറഞ്ഞു. ഒരു വീഡിയോ കോളിൽ 5000 രൂപ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ അങ്ങോട്ടും കാണിച്ചു കൊടുത്തു. അപ്പൊ എന്ത്, അപ്പൊ ആള് ഭീഷണിപ്പെടുത്താന്ന്, ഇത് വീഡിയോ ഇടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ഇട്ടാ പോരെ, പൈസ കൊടുക്കണ്ട. ഈ അടുത്തൊന്നല്ല, കുറച്ചാളും മുന്നേ. അവനിപ്പോ മറ്റേ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ടില്ലേ, കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് കൂളിംഗ് ക്ലാസ് വെച്ച് പറയണം. നീ പേ ചെയ്യില്ലേ? അല്ല, ഞാനിപ്പോ ഫസ്റ്റ് എപ്പിസോഡല്ല ഇടക്കിടക്ക് കൈ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ ശരിയാക്കാം. എഡിറ്റ് തോന്നിപ്പിക്കാം. ഈ മൈക്കിനുള്ളിൽ കൂടെ കൈ വരുന്ന പോലെ ആക്കാൻ പറ്റും. ഇങ്ങനെ കൈ കൊണ്ടിട്ട് അപ്പുറത്ത് വരണ്ടേ, എടാ കട്ട് വിടാനായിട്ട് ഞാൻ ഇതോടത്തുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോത്തിന്. ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞത് ഇന്നാള് മറ്റേ പുള്ളി, അത് ശരിക്കും മാടമ്പിയിലെ പേരറിയില്ലേ, പുള്ളിയുടെ എന്തോ ലീക്ക്ഡ് വന്നിട്ട് എന്ന് പറയണത് ഫേക്ക് ആണെന്നും പറഞ്ഞ ആൾക്കാർ ഇറങ്ങിണ്ടായിരുന്നു. അത് ഈ കാലത്ത് വന്നിട്ട് എന്ന് പറഞ്ഞ മനസ്സിലാക്കാം. ഒരു പ്രശസ്ത നടി ഇതുപോലെ എന്ന് പറഞ്ഞു കൊല്ലങ്ങൾക്ക് ഇറങ്ങിയ വീഡിയോ ഈ അടുത്ത് വന്നിട്ട് അല്ല ആ പേര് നമ്മളോട് പറയുന്നില്ല, പേര് പറയാനുള്ള നമുക്ക് അത്രയ്ക്ക് വിവാദം ഉണ്ടാക്കണ്ട, അറിയാവുന്നവർക്ക് അറിയാം. അതായത് അത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വീഡിയോ ഇപ്പൊ ഇറങ്ങിയപ്പോ പുള്ളിക്കാർ പറയുന്നത് വീഡിയോ ആണ്, ഫോട്ടോഷോപ്പ് ഒക്കെ പറഞ്ഞ വിശ്വസിക്കാം. നമ്മൾ എന്നിട്ടാ പറഞ്ഞോണ്ടിരുന്നത് അലിമണി, നിങ്ങളുടെ വാദം കഴിഞ്ഞായിരുന്ന? അലിമണിയുടെ കാര്യം പറഞ്ഞത് ആവശ്യക്കാർക്ക്, പക്ഷെ അത് എന്താ, അത് നിയമം ഉണ്ടാക്കിയവർ ചെയ്യേണ്ട കാര്യമാണ്. അത് മിസ്യൂസ് ചെയ്യുന്നില്ലാന്ന് ഉറപ്പ് വരുത്താം. പക്ഷെ ഇപ്പൊ നാട്ടിൽ അതല്ല നടക്കുന്നത്. എല്ലാ നിയമത്തിലും ഉണ്ട്, ചെയ്യുന്നില്ലല്ലോ നമ്മുടെ. എന്തുകൊണ്ടാക്കി പെൺപിള്ളേരെ പെട്ടെന്ന് ആണുങ്ങൾ തന്നെ കൂടുതൽ വിശ്വസിക്കണേ? എടാ നമ്മളിപ്പോ ഒരു വണ്ടിയില് പെട്രോള് കഴിഞ്ഞു പോണ സമയം ആയിരിക്കും, ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കില്ല. ഒരു പെണ്ണാണെങ്കിൽ എത്ര പേര് വരും? നമ്മളാണെങ്കിൽ എന്തുകൊണ്ടാണ് നീ പെട്രോൾ അടിക്കാറുണ്ട് ചോദിക്കും. അത് നാട്ടിലെ കോഴിക്കൃഷി കൂടിയതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും വേണമെങ്കിൽ. ഓരോരുത്തരുടെ ഒന്നല്ല, ഒരു പെണ്ണ് മുന്തിക്കൊണ്ടില്ല. ഞാൻ ഇതേവരെ ഒരു പെണ്ണ് പെട്രോൾ പമ്പ് വരെ ഒരു വണ്ടി തള്ളിക്കൊണ്ട് പോകണം കണ്ടിട്ടില്ല. ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ വരും. നമുക്ക് നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഒന്നുണ്ടോ 10 ഇപ്പൊ ഫാമിലിക്ക് ഏറ്റവും മുമ്പ് ലിഫ്റ്റ് ചോദിക്കുക, വണ്ടി ആടായിട്ട് റിപ്പയർ ലിഫ്റ്റ് ചോദിക്കുമ്പോ ഇവരാണ് വന്ന് നിൽക്കുക. അത് നോർത്ത് ഇന്ത്യൻസ് മെയിൻ ആയിട്ട് ആ പരിപാടി ചെയ്യും. ആളുകൾക്ക് പൊതുവെ വിശ്വസിക്കും ഒരു പെണ്ണാവുമ്പോ സേഫാ, ആണാവുമ്പോ വിശ്വസിക്കാനല്ല. അത് മാത്രമല്ല, വാമ്പയർഡേറിസിന്റെ ഗിൽബർട്ട് ലിഫ്റ്റ് ചോദിക്കണ സീൻ കണ്ടണ്ട? നമ്മളതിലില്ല, കേട്ടാ മതി. വേറെ യൂണിവേഴ്സ്. എടാ വാമ്പയർഡേറിസിൽ ഇപ്പൊ ഇങ്ങനെ അഫെക്ഷൻ പിടിച്ചു പറ്റാൻ പാകത്തിനാണ് ലിഫ്റ്റ് ചോദിക്കണേ. ആദ്യം 2 ക്യാരക്ടർ, സ്റ്റെഫൻ എന്ന് പറഞ്ഞ ആളും എലീന എന്ന് പറഞ്ഞാൽ. ആദ്യം ആണ് കൈ എഴുതിയിരുന്നോ, ആദ്യം കൈ നീട്ടും ചെക്കൻ, വണ്ടികളൊന്നും നിർത്തില്ല. പിന്നെ പെണ്ണ് ഇതൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടൊന്ന് അട്രാക്റ്റീവ് ലുക്കിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും.
അപ്പൊ തന്നെ വണ്ടി കിട്ടും. പക്ഷെ അത് സീരീസ് ആണ് എന്തേലും ആവട്ടെ. പക്ഷെ സംഭവം അവര് പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മ നിക്കണ മിസ്റ്റർ ബി നിക്കല് ഈ റോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വേറെ ഇട്ടു. എന്നാളൊരു സംഭവം ഉണ്ടായി. അതായത് ഒരു ആക്സിഡന്റ്, ഒരു ബുള്ളറ്റ് സ്കൂട്ടർ റീലുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അത് അടിപൊളി കാണേണ്ട വീഡിയോ അത്. അതായത് ഒരു ചെക്കൻ്റെ ബൈക്ക് പെണ്ണിന്റെ സ്കൂട്ടർ ചെറുതായിട്ട് തട്ടും, ചെക്കൻ ഇറങ്ങി സംസാരിക്കുന്നു, വണ്ടി നിർത്തി, എല്ലാം ഇതൊക്കെയാണ്. പെണ്ണ് റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേജിന്റെ അങ്ങേറ്റം. ആദ്യം ഹെൽമെറ്റ് എടുത്ത് വണ്ടി നിരത്തി പിടിച്ചടിക്കുമ്പോൾ ചെക്കൻ മാറി നിൽക്കുന്ന ചെക്കൻ വീഡിയോ എടുത്തു, അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുത്തു എന്തോ ഭാഗ്യത്തിന്. പെണ്ണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഹെൽമെറ്റ് വെച്ച് വണ്ടിയുമ്പോൾ കുറച്ച് അറവർ അടിക്കും. ബുള്ളറ്റ് ആയതുകൊണ്ടും പുള്ളിരുമായതുകൊണ്ടൊന്നും പറ്റില്ലല്ലോ. ലാസ്റ്റ് റോട്ടിൽ നിന്ന് കല്ലെടുത്ത് അതിന്റെ ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹെഡ് ലൈറ്റ്, മീറ്റർ എല്ലാം തല്ലി പൊളിക്കും. വണ്ടി വീണെങ്കിൽ ഇത്ര പറ്റില്ല, തല്ലി പൊളിഞ്ഞ് വീണെങ്കിൽ ഇത്ര പറ്റില്ലായിരുന്നു. ഫുള്ള് ഈ ചെക്കൻ്റെ ബുള്ളറ്റ് ഫുള്ള് അടിച്ചു പൊട്ടിക്കും. പോലീസുകാരൻ അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇടപെടുന്നില്ല. കാരണം എന്താ? പെണ്ണാണ്. തൊടാൻ പറ്റുമോ? ഈ പെണ്ണിനെ തടയാനായിട്ട് ഈ പെണ്ണ് ചെയ്യുന്നു. ഒരാള് തടയാനായിട്ട് ആ പെണ്ണിന്റെ കൈ കയറി പിടിച്ചാൽ പോലും ആ പെണ്ണ് പിടിച്ചു മാറ്റാൻ പറ്റുക. ആ പോലീസുകാരൻ വന്ന് പിടിച്ചാൽ പോലും പോലീസുകാരന് തുടങ്ങി വനിതാ പോലീസ് അവിടെ എത്തിയില്ല തൊടാൻ പറ്റില്ല. ഇങ്ങനെ ഇത് തന്നെ നാട്ടായിരുന്നു. ഇതേ സമയം ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു ചെക്കനാണ് ഈ ബൈക്ക് അടിച്ചു പൊളിച്ചെങ്കിലും എല്ലാം കൂടെ അവന് വളഞ്ഞിട്ട് തല്ലിക്കൊന്നു. വേറൊരു കോമഡി ഉണ്ട്. ഇപ്പോ അവിടെ നിന്നായിരുന്ന ഒരു ലേഡി കോൺസ്റ്റബിൾ ആണെന്നിരിക്കും, ഈ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പെണ്ണ് ചെന്നാലും അവര് തമ്മിലേക്ക് പിന്നടി. പക്ഷെ ഒരു ആൺ പോലീസ് ഒരു ആണിനോടാണ് സംസാരിക്കാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അല്ല, വനിതാ പോലീസ് സംസാരിച്ചപ്പോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പെണ്ണ് അഗ്രസീവ് ആയാലും വനിതാ പോലീസിനോട് ഫോഴ്സ് ചെയ്ത് വിലങ്ങ് വെക്കാനുള്ള അധികാരമുണ്ട്. മറ്റേ പോലീസുകാരൻ അതില്ല. പോലീസുകാരൻ തൊട്ടു ആ പോലീസുകാരനെതിരെ കേസ് വരെ കൊടുത്തത്. സ്റ്റേഷന്റെ അകത്ത് വരെ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ വൈകുന്നേരം 6 മണി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ലേഡി കോൺസ്റ്റബിൾ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇപ്പൊ കുറെ ആക്ച്വലി വനിതാ സെല്ലുകൾ പോലും ഉണ്ട്. മറ്റേ വനിതാ സെക്ഷൻ സെപ്പറേറ്റ്, വിങ്ങുകൾ സെപ്പറേറ്റ് ഉണ്ട്. അവിടെയാണ് കൂടുതലും പിങ്ക് പോലീസ് വരെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളത്. ഈ കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ പോകുന്ന സമയത്ത് വാച്ച് ചെയ്യാനുള്ള ഒരു വിങ് അത്. ഇപ്പൊ ബൈക്കാര് ഈ പറഞ്ഞ പോലെ ബൈക്കാരോ അപ്പൊ ഹെൽമെറ്റിലോ നെഞ്ചത്തെങ്ങാനും ക്യാമറ വെച്ച് പോണം. അല്ല, അത് വെക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത പ്രശ്നം. അല്ല, അത് ശരിക്കും പറഞ്ഞു ഈ ക്യാമറ വെക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റിയാണ്. അവർക്ക് എതിരില്ല. അപ്പൊ ബൈക്കിൽ എന്തുകൊണ്ട് വെച്ചൂടാ? ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇപ്പൊ ഇമാതിരി അതായത് ചെലപ്പോ വേറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചു, പെണ്ണുങ്ങൾ സ്കൂട്ടർ ബാക്കിൽ വരുന്നവര് ചീത്ത പറയും. ഇത് ഞാൻ ജനറലി പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാറില്ല ആ വീഡിയോ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സാധനം വീഡിയോ ഉണ്ട്. ഒരു പെണ്ണ് വെറുതെ പോയി മറിഞ്ഞിട്ട് ബാക്കിൽ പറഞ്ഞ ബൈക്കാരനെ ഹെൽമെറ്റിലോ നെഞ്ചത്തോ എവിടെ ക്യാമറ ഉണ്ടായി, അല്ലെങ്കിൽ അവന്റെ ജീവിതം നോക്കുക, അല്ലെങ്കിൽ പോയി. അപ്പൊ ഇതേപോലെ ക്യാമറ അലോ ചെയ്ത് കൊടുക്കണം. വണ്ടി മേടിക്കുമ്പോ നിർബന്ധമാക്കണം. ക്യാമറ ഇൻബിൽഡ് ആയിട്ട് വണ്ടി ഇൻബിൽഡ് ആയിട്ട് ക്യാമറ വേണം. സത്യം പറഞ്ഞാൽ അതിപ്പോ നെസസിറ്റി ക്യാമറ അതില്ലാണ്ട് ഇപ്പൊ പുറത്തിറക്കും. പിന്നെ മറ്റേ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ബംഗാളികള് വെറുതെ ചാടി വന്നിട്ട് വണ്ടിയുടെ മുകളിൽ കൂടെ ഉരുണ്ട് പോണല്ലേ, ഇൻഷുറൻസ് സ്കാം വെറുതെ ഒന്ന് ഉരുണ്ട് പറഞ്ഞു പോകും. അത് പിള്ളേരെ കൂടെ ഒരു സൈക്കിള് സൈക്കിളും കൊണ്ടൊരു സൈക്കിൾ ഇടും. അത് വേറെ, അത് പൈസ അത് അതൊരു റൈഡർ ഇതുപോലെ ബൈക്കല്ലേ, ഒരു ബൈക്ക് കൊണ്ട് പോണു ചെക്കൻ സൈക്കിള് മറച്ചിട്ടേ. അതായത് അവന്റെ സൈക്കിൾ ഓൾറെഡി പീസ് ആയിട്ട് എന്തോ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ. ബൈക്കാരനെ മുമ്പേ കൊണ്ട് മറച്ചിട്ട് പൊളിച്ചെടുത്തിട്ട് പറയും എന്റെ സൈക്കിള് നിങ്ങൾ ഇടിച്ച് പൊളിച്ചു. ഇതിന് നഷ്ടപരിഹാരം വേണമെന്ന് പിള്ളേരൊക്കെ അടിക്കാനൊക്കെ വരുന്നേ. അല്ല, പക്ഷെ ആ വീഡിയോ പക്ഷെ അതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് അത് വീഡിയോ വെറുതെ കണ്ടന്റ് വേണ്ടി ചെയ്താണോ കാരണം പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് ചിരി വരുന്ന പോലെ ഒരു സാധനം വരുന്നുണ്ട്. അത് പിള്ളേരുടെ അതല്ല സോഷ്യൽ മീഡിയ ട്രെൻഡ് ആവണേ അങ്ങനത്തെ കുറെ സ്ക്രിപ്റ്റഡും വരുന്നുണ്ട്. ഇപ്പൊ കുറെ മറ്റേ ഈ ചാപ്രി റൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ നല്ല ബൈക്കിൽ പോവും, പുറകെ വേറെ ബൈക്കിൽ വന്നിട്ട് അവൻ തുപ്പിയിട്ട് പോകുന്നു. ആ സാധനം അതൊന്നും റിയലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മള് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ ബസ്സിന്റെ ഉള്ളിലത്തെ സംഭവം തൊട്ടപ്പുറത്തിരിക്കുന്ന ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, തൊട്ടപ്പുറത്തൊരു പുരുഷനിരിക്കുന്ന ഡിസ്കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ? ആളോട് പറയണം,
അല്ല മൊബൈൽ എടുക്കണം, നീ എന്തൊട്ട് വീഡിയോ എടുക്കണം തുറന്ന് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയില്ലേ, പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും? റീച്ച് കിട്ടണ്ടേ? വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കണം. അതെ അതെ, നമ്മള് നീങ്ങിയിരിക്കുന്നവരെ അങ്ങോട്ടേ മുട്ടി കൊടുക്കണം. ഉണ്ടാക്കണം എന്തിനാ ആദ്യം തന്നെ പറഞ്ഞാൽ ചേട്ടാ ഒന്ന് ഇത്തിരി നീങ്ങിയിരിക്കും, അല്ലെങ്കിൽ സ്വയം ഡിസ്കംഫർട്ട് ആണ്, ആൾക്ക് നീങ്ങിയ സ്ഥലമില്ല, ഒരു വേറെ സീറ്റിലേക്ക് മാറിയിരിക്കുക. ഇപ്പൊ ബസ്സിലാണെങ്കിൽ ചിലത് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. നല്ല കാര്യം അതുണ്ട് കേട്ടാ, പറയാനുള്ള കാര്യമുണ്ട്. അതായത് അവര് ചെയ്തിട്ട് അങ്ങോട്ട് പോകും, നമ്മുടെ അടുത്ത് തെളിവില്ല ഒന്നുമില്ല. ഇപ്പൊ മിക്ക ബസ്സിന്റെ ഉള്ളിൽ ക്യാമറ അത് പ്രൈവറ്റ് ബസ്സിലുണ്ട്, KSRTC-ലില്ല, സ്വിഫ്റ്റിലുണ്ട് തോന്നുന്നു. പുതിയതിൽ ഇതിലുണ്ട്. ഗണേഷ് കുമാർ കാണുന്നുണ്ടെങ്കിൽ ഓർഡിനറിയിലൊന്നുമില്ല, സ്വിഫ്റ്റിൽ നമുക്ക് അനുഭവമുണ്ട്. ക്യാമറ അവര് തന്നെ പെട്ടു. ആ സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഗണേഷ് കുമാർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ, നമുക്ക് പിന്നെ പറയാം. ടോപ്പിക് വരുമ്പോ പറയാം. KSRTC-കാര് KSRTC പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എപ്പിസോഡ് തന്നെ പോവാം. KSRTC നല്ലൊരു ടോപ്പിക് കേട്ടോ. റോഡില് ഇങ്ങനെ വളരെ റോഡ് ആക്സിഡന്റ്സിന് മാത്രം എടാ അല്ല, KSRTC-യില് റോഡിലെ അപകടങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 എപ്പിസോഡ്. എടാ വേറെ കോമഡി ആക്കട്ടെ. ഒരു എപ്പിസോഡ് ഓട്ടോറിക്ഷ. എടാ വിച്ചു, ഒരു KSRTC-യുടെ ബാക്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞിട്ട് അതില് നമുക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് KSRTC-യിൽ പോയിട്ട് എഴുതി കൊടുക്കാം. ഞാനൊരു കേസ് എഴുതി കൊടുത്തിട്ടുണ്ട്, അതുകൂടാതെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എന്ത് തേങ്ങക്കാണ് ഇവര് കൊണ്ടിടുന്നത് ഒരു പിടുത്തില്ല. നമുക്ക് എനിക്കെതിരെയുള്ള പരാതി എനിക്ക് തന്നെ തന്നിട്ട് എന്താ കാര്യം? അല്ല അത് പറഞ്ഞ KSRTC-യെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വേറെ എപ്പിസോഡ് തന്നെ. പിന്നെ ഈ ടോൾ ഫ്രീ നമ്പർ മിക്ക ബസിന്റെ ബാക്കില് യാദൃശ്ചികമായിട്ടാണെന്ന് അറിയില്ല, എല്ലാ ടോൾ ഫ്രീ നമ്പർ പകുതി കയറിപ്പോയിന്റെ അല്ല നീ ആലോചിച്ചോക്കണം. നമ്മള് വീണ്ടും വിഷയത്തിൽ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിരുന്നു. ശരി, ഈ തെളിവിന് വേണ്ടിട്ടാണ് ഫോൺ എടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അത് തെളിവിന് വെച്ചാ പോരെ. ഇൻഷുറൻസ് ആയി 3-4 ഇൻഷുറൻസ് ആയില്ല കേരളത്തില് തന്നെ. അപ്പൊ ഗവൺമെന്റിന് ഒരു ക്യാമറ വയ്ക്കാൻ എന്തൊരു പാടുണ്ട് അതിൻ്റെ ഉള്ളിൽ, എന്തൊക്കെ എന്തിനൊക്കെ വേണ്ടി കാശ് കൊടുക്കും. ശരി അല്ല, ഇപ്പൊ ഈ പറഞ്ഞ തെളിവിന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തെളിവ് കയ്യിൽ വെക്കുക, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. അത് വൈറലാവണം കുറച്ച്. അത് വൈറലാവാൻ വേണ്ടി മാത്രം എടുക്കുന്നവരെ അങ്ങനെ പോസ്റ്റ് ചെയ്യൂ. തെളിവിന് വേണ്ടിയാണെങ്കിൽ അവരത് എടുക്കും. ശരി, അത് സ്റ്റേഷനിൽ കാണിക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്താ കാണിക്കുക. പക്ഷെ വേറെ സംഭവങ്ങളൊക്കെ ചിലത് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടാ. ഞാൻ പറയുകയാണെങ്കിൽ ചിലവർ ഈ വണ്ടിയിലൊക്കെ കയറിയിട്ട് സ്വയമായിട്ടിരുന്ന് ചെയ്യണ പരിപാടികൾ വീഡിയോ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പോലീസുകാരെ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല, ഈ പുള്ളി നാറണം. അല്ല, അതിന് പോലീസുകാരെ കാണിച്ചിട്ട് കാര്യമില്ല, കൊടുക്ക. ഈ പുള്ളിനെ വേറെ ഒരാൾ കണ്ടുകഴിഞ്ഞാൽ ഇയാളാണെന്ന് മനസ്സിലാവണം. അതിൽ ഞാൻ ഗേൾസിനെ സപ്പോർട്ട് ചെയ്യും. അയാളെ എക്സ്പോസ് ചെയ്യുന്നത് മാത്രല്ല, പിന്നെ ചില ഗേൾസ് ഇങ്ങനെ പേടിച്ചിട്ട് ഇത് പറയാതെ പ്രതികരിക്കാതെ ഇരിക്കണം. അപ്പൊ അവർക്കൊരു ചിലത് എക്സ്പോസ് ചെയ്യേണ്ടത് പ്രതികരിക്കാതിരിക്കുന്നത് അത് അവർക്ക്. പക്ഷെ ചിലത് ഇത് കാണുമ്പോൾ പറയാൻ പറ്റില്ല, എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം പേടി ഉണ്ടാവൂടാ. അല്ല, അതാ പറഞ്ഞ അത് അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ച് അവരെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്ത്. ഇങ്ങനെ വേറെ ആൾക്കാർ പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് പെൺകുട്ടികൾക്ക് കൊടുക്കണം, മാക്സിമം ലീഗൽ അവയർനെസ് കൊടുക്കണം. പക്ഷെ ഈ പറയുന്ന മിസ്യൂസിങ്ങിനും ഇതൊരു ന്യായീകരണമല്ല. അതായത് ബോധം ഉണ്ടാവണം, പോസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടെന്ന് തീരുമാനം എടുക്കാൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, കേസ് രജിസ്റ്റർ ചെയ്തു, കടുത്ത ശിക്ഷ കൊടുക്കണം ആ സാധനത്തിന്, ഹെവി പെനാൽറ്റിയോ ജയിൽ ശിക്ഷയോ ആക്കുക. പിന്നെ ആൾക്കാർ ചെയ്യില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ജയിൽ ശിക്ഷ കിട്ടിയിട്ട് കാര്യം. എടാ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് ജയിലിൽ പോകുന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെനാൽറ്റി വെക്കാലോ, രാജയോഗാണ്. ഒരു 5 ലക്ഷം രൂപ പെനാൽറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ കുറഞ്ഞു പോകും? അപ്പൊ പൈസക്കാര് ഉള്ളവനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഇല്ലാത്തവർ ഉണ്ടാക്കി കൊടുക്കണം. ഇമാര് പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറയാതെ മാത്രമേ പറ്റുള്ളൂ. അവന്റെ പേരുകൾ സ്വത്തുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ റൂള് പെനാൽറ്റി കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നല്ല പെട്ടപ്പെട്ട നമ്മുടെ ഇവിടെ ജയിലിൽ പോകുന്നത് നല്ല പെടവടക്കാൻ തിരിച്ചുവിടാം. മറ്റേ ഇൻസ്പെക്ടർ ബിജുവിൽ അടിക്കണമല്ലോ 2 പെടവെടുത്ത് ഹ്യൂമൻ റൈറ്റ്സ് മാങ്ങാ തേങ്ങാന്ന് പറഞ്ഞ അടുത്ത ടീംസ് വരും. എല്ലാം മറ്റേ ജനമൈത്രി അല്ലേ? ഹ്യൂമൻ റൈറ്റ്സ് വരുന്നത് അതും മിസ്യൂസ് ചെയ്യണം. എടാ മിസ്യൂസ് ചെയ്തു. അത് മിസ്യൂസിങ് അങ്ങനല്ല, ഈ സംഭവം നമ്മളൊരു വീഡിയോ എടുത്തു, ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതില് കാണുന്നവനൊരു ഇത് വേണം. ഇവളുടെ ഭാഗത്ത് അവന്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്ന് ബോധ്യപ്പെടണം ഒരു 10 ആണെങ്കിലും. അതിനൊക്കെ മുന്നേ ജഡ്ജ് ചെയ്യണൊക്കെ മുന്നേ വീഡിയോ പോസ്റ്റ് ചെയ്യണം. പോലീസിനെ കാണിക്കാണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് മാത്രം പറഞ്ഞത്. പോസ്റ്റ് ചെയ്തോട്ടെ, പോലീസുകാരെ കാണിച്ചിട്ട് പോസ്റ്റ് ചെയ്തോട്ടെ. പോസ്റ്റ് ചെയ്യണൊക്കെ മുന്നേ ജസ്റ്റ് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുക, ഇത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും,
അപ്പൊ അവര് പറയണ ഇതിൽ ഒരു തേങ്ങ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പോലീസുകാരെ കാണിക്കാന്നുള്ളതല്ല. കാണിച്ചു കൊടുത്തിട്ട് അവര് നീങ്ങോ പോസ്റ്റ് ചെയ്തിരിക്കുക, അവർക്ക് എന്ത് പറയാനാ? ആ പിന്നെ കേസ് വരാണെങ്കിൽ അവർക്ക് പോലീസുകാരോട് പറഞ്ഞിട്ടാ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവര് സമ്മതിച്ചു തരുമോ? പോസ്റ്റ് ചെയ്തോളം പറഞ്ഞിട്ടാ എടേ ഇത്രയും ഇത് എടുക്കണേക്ക മുന്നേ പോലീസ് സ്റ്റേഷനിലൊന്നും പറയേണ്ട കാര്യം നല്ലതാ. അതായത് ഒതുങ്ങിക്കൂടി വളർന്നു വന്നവരായിരിക്കും മിക്ക ഒരു ജനറൽ. അപ്പൊ ശരിക്കും പറയണെങ്കിൽ ഈ ഗണേഷ് കുമാർ പറയണ പോലെ ഇതിലേക്ക് വീഡിയോ അയക്കൂ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണ പോലെ അവരിറക്കിയിട്ട് കാര്യമില്ലെന്ന്. നമ്മള് സെൻഡ് ഒരു വാട്സാപ്പ് നമ്പർ ഇട്ടാലും വെറുതെ ആണ് നാട്ടിൽ നിന്ന്. പോലീസിനുണ്ട് സാധനം. ആക്ഷൻ എടുക്കണില്ല എടുക്കണില്ല. അത് ഇപ്പൊ ഈ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ വനിതാ കമ്മീഷന് സാധനം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരെ കൊന്നിട്ടാണെങ്കിലും അവിടെ ആക്ഷൻ ഉണ്ടാവും. അതുണ്ട്. അത് പക്ഷെ ആക്ഷൻ ഇല്ലാത്ത അത് പക്ഷെ എന്താച്ചു കൊടുത്താലും ആക്ഷൻ എടുക്കും, അതാ പ്രശ്നം. അല്ലല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ ഇല്ലാത്ത ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല. എടാ അത് വേറെ കോമഡി. നമ്മളിപ്പോ ട്രാൻസ്ജെൻഡറും ട്രാൻസ് വുമണും ഇല്ലേ, അതിൽ ട്രാൻസ് വുമൺ ആണ് അവർക്ക് പരിഗണനയും ട്രാൻസ് മെൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഗണനയും കിട്ടില്ല. പെണ്ണായി കഴിഞ്ഞാൽ പരിഗണനയുണ്ട്, തിരിച്ച് ആണായി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കിട്ടാത്ത പോലെ തന്നെ അവർക്കും കിട്ടില്ല. അതല്ല ട്രാൻസ് മെൻ ഉണ്ട്, ആ പെണ്ണീന്ന് ആണാവുന്നവരുണ്ട്, എന്നാലും ആൾക്കാരുണ്ട്. ട്രാൻസ് മെൻ എന്തോരം എനിക്കറിയാവുന്ന കൊറേ പേരുണ്ട്. ഒരു കപ്പിള് മാത്രല്ല കൊറേ പേരുണ്ടല്ലോ. കുമ്പിടി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടണ്ട, എന്താ ഒരു ഓൾറെഡി അത് ഫുള്ള് വീഡിയോ എടുക്കുന്നത്. കുമ്പിടി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ട്രാൻസ്മെൻ ആണ് ആള് തന്നെ പറയണ്ടല്ലോ. ആ താടിയൊക്കെ വന്നോൾക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പക്കാണ്. ആ പക്കാണ് സൗണ്ടും. അവൻ കുമ്പിടി വീഡിയോയും അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളുള്ളതാ. നമ്മൾ ഒറ്റ നോട്ടത്തിന്റെ ആള് അല്ല സർജറി ചെയ്ത് ആണായി കഴിഞ്ഞാൽ ഒരു ആനുകൂല്യം കിട്ടില്ലാന്ന്. ആണുങ്ങളായി കഴിഞ്ഞാൽ ആനുകൂല്യം ഇല്ലാന്ന്. ആണുങ്ങൾക്ക് പരിഗണിക്കണല്ലേ പറഞ്ഞ. അല്ല പക്ഷെ ഇവർക്കുള്ള കൂടുതൽ പരിഗണനകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മുന്നേ അതുണ്ട്, റെക്കഗ്നൈസ് ചെയ്തു പെണ്ണാണെന്ന്. അങ്ങനെയാണ് പെണ്ണ് മാത്രമല്ല പട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യണു, പൂച്ചയായിട്ട് റെക്കഗ്നൈസ്, ആട് പാമ്പ് ഇങ്ങനെയൊക്കെ പോരാ എന്ന് പുതിയ ബില്ല് വന്നിട്ടുണ്ട്. അതാണ് അല്ല അതാണ് ഇപ്പൊ ആക്ച്വലി അവര് സമരം ചെയ്തിരുന്നില്ലേ. ഫോറിനിലൊക്കെ നമ്മള് വേറെ ജീവിയിലേക്കും ഐഡന്റിഫൈഡ് എന്നും പറഞ്ഞു കാണിക്കുന്നു. ജീവിയിലേക്ക് ഐഡന്റിഫൈഡ് ആയിട്ട് നമ്മളവിടെ എന്തായാലും ഇവിടെ ഇല്ല ഭാഗ്യത്തിന്. എനിക്കൊരാളെ കൊന്നിട്ട് തിന്നിട്ട് പറഞ്ഞാ പോരെ. ഞാൻ ടൈഗർ എന്നൊക്കെ പോട്ടെ, ഞാൻ കേട്ടോ പറയാം. ഞാൻ എന്നെ കാനിബിളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിട്ട് നരഭോജി മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് കൺഫ്യൂഷൻ കേട്ടോ. കാനിബിലിസം അറിയാത്ത ആൾക്കാരുണ്ടാവും, കൊറേ പേരുണ്ട്, റയറായിരിക്കും, കൊറേ പേരുണ്ട്. ഓക്കെ എന്തായാലും നരഭോജി ഞാനപ്പോ അങ്ങനെ പറഞ്ഞാ പോരെ. ഈ അത്ഭുതദ്വീപ് കണ്ട ടീംസ് നരഭോജി എന്ന് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. അല്ല അത്ഭുതദ്വീപ് പോണം നരഭോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അതുപോലെ ഇരിക്കണമെന്നില്ല. മനുഷ്യര് നമ്മള് മനുഷ്യരാണ്, അത് നമ്മള് നമ്മുടെ സ്വന്തം ജീവികളെ തിന്നുന്നത്. ഇത് മനുഷ്യന്മാരെ ചേട്ടന്റെ മോള് ഇവിടെ വിളിക്കണേ അല്ല ടുട്ടൂന്നാണ് അതിന് പറയാൻ കിട്ടണ്ട. കമന്റില് പൊങ്കലുടെ സ്ത്രീകളെ മേടിച്ചു എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ആ കുട്ടി പെങ്കൊച്ച. അല്ല ഇവൻ വിളിച്ചേന്, ഇവൻ പറഞ്ഞു ഇവനെ എരുമാന്ന് വിളിച്ചേന്. നീ തീർന്നടാ, നീ നാളെ വേണ്ടല്ലോ, നീ ഇതിന് മാത്രല്ലേ ഉള്ളു, ബാക്കിയൊക്കെ അല്ലേ. അല്ല ഇവരിപ്പോഴേ നീ ഏന്ന് പറഞ്ഞതി. പക്ഷേ ഇപ്പൊ അങ്ങനെ കേട്ടോ, ഭയങ്കര റിയലിസ്റ്റിക്കാ. രണ്ട് തലയുള്ള ബോഡിയുള്ള പെങ്കൊച്ച് വളർന്ന വീഡിയോ ഇട്ടൊക്കെ. രണ്ട് തലയുള്ള പെണ്ണ്, ഒരു ബോഡി രണ്ട് തല. അതൊക്കെ വിശ്വസിക്കേണ്ട ആൾക്കാര് കൊറേ ഉണ്ട്. അപ്പൊ നമ്മള് ടോപ്പിക് നമ്മള് ലാസ്റ്റ് അവിടെ നിർത്തിയ ടോപ്പിക് പറഞ്ഞു നമ്മള് ലോകത്ത് വേറെ അതെ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഫുൾ എപ്പിസോഡിനുള്ള ടോപ്പിക്കായി. അതിന് വേറെ സാധനം ഞാൻ നേരത്തെ എന്റെ ഓർമ്മ വന്നു. ഞാൻ എന്റെ ഫ്ലോ കളയണെന്ന് പറയാണ്ടിരുന്ന
അതായത് ഇളവുകളുണ്ട്, ലോണിന്റെ ഇളവുകളുണ്ട് വുമൻസിന്. അതുണ്ട്. അതായത് സ്ത്രീകളാണെങ്കിൽ പലിശ കുറവ്, മുദ്ര ലോണല്ലേ, ഒരുപാട് സ്കീമുകളുണ്ട്. ഒരുപാട് അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ലോൺ സ്കീമുകളുണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ ഞാൻ പറയണതല്ല അവർക്ക് കൊടുക്കണത് തെറ്റുന്നല്ല പറയണേ. ഇപ്പോ ഫ്രം സീറോ ഒരാൾക്ക് അയാളുടെ ഒരു പ്രൊഫഷൻ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു പാഷൻ ഉണ്ട്, അതിനു വേണ്ടി ആണ് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇളവുകൾ കൊടുക്കണ്ടേ. കാരണം നമ്മുടെ നാട്ടില് ഒരു കീഴ്വഴക്കം എന്താണ്, ആണുങ്ങൾ വേണം പട്ടിപ്പണി എടുത്ത് കല്യാണം കഴിച്ച് വീട് വെച്ച് അങ്ങനെ പോണം. പക്ഷെ എടുക്കണോ ഇത് നിയമാണെന്നല്ല ഞാൻ പറയണേ. കുടുംബം നോക്കുന്ന പിള്ളേരുണ്ട്. ഉണ്ട്, അതില്ലാന്നല്ല ഞാൻ പറയണേ, കൂടുതലും അങ്ങനെയാണ്. അപ്പോ അങ്ങനെ അല്ല എന്റെ ഡ്രൈവർ പറയട്ടെ, ഇത് ആണുങ്ങൾക്ക് അളവ് വേണം അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അളവ് വേണ്ട, അതൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും ഒരേപോലെ. ഈ പറയുന്ന സോ കോൾഡ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. നീ ഈ ടോപ്പിക് പറഞ്ഞപ്പോ എനിക്ക് വേറെ കാര്യം വന്നേ. ഈ ഒട്ടുമിക്ക ഇന്റർവ്യൂസിനും ലേഡീസിന് ചിലപ്പോ ഒത്തിരി മാർക്ക് കൂടുതലുണ്ടാവും, ആണുങ്ങളൊക്കെ ചെറിയ മാർക്ക് കൂടുതലുണ്ടാവും ജോബിന്റെ. ആ ജോബ് ഇന്റർവ്യൂവിന് കയറി ചിലപ്പോ ഒരു മാസം നിന്നിട്ട് അവര് ഇറങ്ങിപ്പോവും, ആണിന് കിട്ടിയിട്ടുണ്ടാവില്ല. ആ ജോലിന്ന് ഒഴിയൂടാ. അപ്പൊ ശരിക്കും ചാൻസ് അല്ല അവിടെ പോണ. ഇവർക്ക് പക്ഷെ അറിയാം ഒരു മാസം ചിലപ്പോ വർക്ക് ചെയ്യണ്ടാവുള്ളൂ. അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കുത്തി പറയുന്ന പോലെ പ്രൈവറ്റ് കമ്പനീസ് ആണ് ജോലിക്ക് എടുക്കണേ. അത് അവരുടെ വിഷയമാണ്, അവരുടെ ആൾക്കാരെ പോകണം. അല്ല, ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ആലോചിച്ചാൽ മതി. എല്ലാത്തിലും ഇവര് ചോദിക്കുന്നത് ഇക്വാളിറ്റി ആണ്. പിന്നെ ഇക്വാളിറ്റി എല്ലാത്തിലും വരട്ടെ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഒരു അവർക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ ഇക്വാളിറ്റിയുടെ കാര്യം ഒരു കൺസിഡറേഷന്റെ ആവശ്യമില്ല. കാരണം സ്ത്രീകള് അവര് ദുർബലല്ല, അവര് നമ്മുടെ പെരുമാറി തുടങ്ങി ഇൻഡിപെൻഡന്റ് വുമൺ ആയിക്കോട്ടെ. ഞാൻ പറയാം വളരെ വളരെ സന്തോഷമുള്ള കാര്യം ഞാൻ പറയാം, അവർ ഇൻഡിപെൻഡന്റ് ആവട്ടെ, അവര് പണിക്കോട്ടെ, പൈസ കൊണ്ട്. ഞാൻ വീട്ടിലിരുന്ന് കുക്ക് ചെയ്ത് കൊടുക്കാൻ കെട്ടിട്ട് അവര് നോക്കട്ടെ. അല്ല എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ വീട്ടില് പണിയൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ അല്ല അങ്ങനത്തെ ആണുങ്ങളുണ്ടാവില്ലേ, വീട്ടിലിരിക്കാനാണ്, കുക്ക് ചെയ്യാനാണ് ഇഷ്ടം, കുട്ടികളെ നോക്കാനാണ് ഇഷ്ടം, പാരന്റ്സിനെ നോക്കാനാണ് ഇഷ്ടം. അപ്പൊ എന്താ അത് ഇപ്പൊ ഈ പറഞ്ഞ പക്ഷെ അതൊരു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ അവര് ഇതുപോലെ ഒരു ആണിനെ കല്യാണം കഴിച്ചിട്ട് അവര് ടേക്ക് കെയർ ചെയ്യട്ടെ. മാറ്റും ചട്ടും. അല്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നീ പണിയൊക്കെ നിർത്തിക്കാം. അല്ല അതിന്റെ ഇവിടെ പ്രസക്തി ഇല്ല. ശരി, പഠിച്ച് ജോലി കിട്ടി കഴിഞ്ഞാൽ അവൻ പണി പണിക്ക് കൊള്ളില്ല അല്ലേ? കൊടുക്കല്ലേ? എല്ലാം യൂട്യൂബിലുണ്ടാവും. കോഴ്സ് കഴിയുന്ന നമ്മൾ ഇതിന്റെ ഫോളോ അപ്പ് വീഡിയോയും ചെയ്യും. കോഴ്സ് കഴിഞ്ഞ് പോയി കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ പോയി അവിടെ. അപ്പൊ എല്ലാരും കേൾക്കാം, ഇവൾക്ക് നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കാന്നാണ് ഇവള് പറഞ്ഞാണ്. എന്നെ പൊന്നു പോലെ നോക്കും, ഡ്രസ്സ് ഞാൻ പറയുന്നത് മേടിച്ചു ഞാൻ ചിലപ്പോ അപ്പൊ പറയും. ഇപ്പൊ ഞാൻ മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കണില്ല, കാരണം ചിലപ്പോ മേക്കപ്പ് സാധനങ്ങൾ പറയാം, അത് മേടിച്ചു തരാ, കറങ്ങാൻ പോകാൻ തോന്നുമ്പോ അങ്ങനെ കറങ്ങാൻ കൊണ്ടുപോവാ, ഒക്കെ ചെയ്തില്ലേ. പോക്കറ്റ് മണി ഉണ്ടോ? പോക്കറ്റ് മണി ഒക്കെ ഞാൻ ഗൂഗിൾ പേ പറഞ്ഞോടൊപ്പം പൈസ ആയിട്ട് വരണ്ട, പൈസ ആയിട്ട് മേടിച്ചാൽ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് കാർഡ് വരും. പിന്നെ സ്ഥിരം നമുക്ക് വീട്ടിലിരുന്ന കുക്ക് ചെയ്യാം, ക്ലീനിങ്, കൊച്ചുങ്ങൾ ഉണ്ടാവും, എന്റർടൈൻമെന്റ്, പിന്നെ കുറെ TV കാണാം. പിന്നെ വീട്ടിലിരുന്ന് TV ആണ്, കുക്ക് ചെയ്യാ, പെണ്ണുങ്ങൾ ചെയ്യണമെന്നാണ് എനിക്കിഷ്ടാന്ന് പറഞ്ഞേ. എനിക്ക് നിന്റെ കാര്യമില്ല, എനിക്കിഷ്ടാന്ന്. അവന്റെ കഴിച്ചു എനിക്കും താല്പര്യം, പക്ഷെ തിന്നണം, ഞാൻ വെച്ചാ തിന്നണം, ഞാൻ തിന്നുന്നുണ്ട്. ഞാനതോരല്ല, ഞാൻ നല്ല പറയുന്നതാണ് കുക്ക് ചെയ്തോളൂ. ഞാനിങ്ങനെ കിട്ടി നോക്കിയാ വളർന്നപ്പോ എന്തോ ചിക്കൻ ഉണ്ടാക്കിട്ട് അല്ലല്ല കരിഞ്ഞല്ല രാവിലെ കരിഞ്ഞത് പോട്ടെ, ഞങ്ങൾ എന്നിട്ട് കരിഞ്ഞ ചിക്കൻ എടുത്തിട്ട് പട്ടിക്ക് എടുക്കുന്നു വെച്ചിട്ട് കരിഞ്ഞ കേസല്ല ഞാൻ പറയണേ, പട്ടിക്ക് വേറെ ഞാൻ കരിഞ്ഞ കേസല്ല പറയണേ. ഞാൻ ഒരു ദിവസം നാലുവിനെ വിളിച്ചു, പറഞ്ഞേ അവള് കിച്ചടി കയറിയിട്ടുണ്ട്, എന്താ ഉണ്ടാക്കണേ, പെപ്പർ ചിക്കൻ ഉണ്ടാക്കണേ, ഉണ്ടാക്കി വരുമ്പോ ബട്ടർ ചിക്കൻ, പെപ്പർ ചിക്കൻ. അതല്ല, വേറൊരു ചിക്കൻ ഞങ്ങൾ രാത്രി പാതിരാത്രിക്ക് പാളിയിട്ട് പട്ടിക്ക് കൊണ്ട് കൊടുക്കാന്നുള്ളൊരു കവറിലാക്കിട്ട്. ഞാൻ ആദ്യം പറയട്ടെ, ഡബിൾ ഉപ്പ് എന്നിട്ട് പാവം പട്ടിക്ക് കൊണ്ട് കൊടുത്തു. പട്ടി
ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് ഒരു കടി അടിച്ചു പട്ടി വേണ്ടത് ഇങ്ങനെ പട്ടി എനിക്കണേ എക്സ്പ്രഷൻ കാണണം. പ്രഷർ ഉണ്ടായിരുന്നെങ്കിലോ. അപ്പൊ നീ ദോശ ഉണ്ടാക്കി ചീറ്റി പോയിട്ട് ദോശയാ എയർ ഫ്രയറിൽ ദോശ ഉണ്ടാക്കിയിട്ട് എയർ ഫ്രയർ എയർ ഫ്രൈഡിൽ ദോശയോ? ഗോതമ്പ് എടി ഞാനത് പിസ്സ നോക്കിയേ. ഇപ്പഴാ പറഞ്ഞത്. ദോശ ഒരു അയ്യോ അത് മറ്റേ ഗോതമ്പ് കാക്കമുട്ട സിനിമ കണ്ടിട്ടില്ലേ? പിസ്സ ഉണ്ടാക്കിയ അമ്മൂമ്മ ദോശയുടെ മുകളില് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്റെ പിസ്സേനെ നല്ല ദോശ എന്ന് പറഞ്ഞില്ല. ഈ എന്ത് പിസ്സ ഉണ്ടാക്കിയേ? ഗോതമ്പ് മാവ് അരിമാവും ഉഴുന്നും കൂടെ അരച്ച് പിസ ഗോതമ്പ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയ. പക്ഷെ നിനക്ക് ടേസ്റ്റ് ഇഷ്ടമായില്ല. പിസ്സ ഉണ്ടാക്കി ഗോതമ്പ് ദോശ. പച്ച മാവ് വെന്തിട്ട് പോലും ഉണ്ടായില്ല. തകർത്തു. അല്ല നമ്മൾ ടോപ്പിക്കിലേക്ക് തിരിച്ചാ. ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ടായുള്ളൂ. തീറ്റക്കാര് പറഞ്ഞപ്പോ ആ വഴി പോയി എല്ലാം. ലോണ്ടൊക്കെ അതെ. പക്ഷെ അത് ഞാൻ പറഞ്ഞ എല്ലാം കൺസിഡറേഷൻ അവർക്ക് കൺസിഡറേഷൻ അല്ല പറഞ്ഞ കൺസിഡറേഷൻ കൺസിഡറേഷൻ ഈ പറഞ്ഞ ഞാൻ സോ കോൾഡ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് എന്തിനാ? അവർക്ക് ഇക്വാളിറ്റി വേണം. പക്ഷെ അവർ ചോദിക്കുന്ന ആക്ച്വലി ഇക്വാലിറ്റി ഇക്വാലിറ്റി അല്ല, അവർക്ക് എല്ലാം സ്പെഷ്യൽ ആവണം എന്നാണ് ചോദിച്ചോണ്ടിരിക്കണേ. അത് ശരിക്കും അവരെ തന്നെ കുറച്ച് കാണിക്കുന്നതിന് തുല്യല്ലേ. അല്ല അത് ആരാ സംസാരിച്ചു? ഞാൻ അതിനോട് യോജിക്കുന്നു. അല്ലല്ല എനിക്ക് ആക്ച്വലി ആരാന്ന് ഓർമ്മയില്ല. ഒരു ഷോയിൽ ഇതുപോലെ പറയുന്നുണ്ട്, നിങ്ങളിത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന്. അത് ആരാ സംസാരിച്ച പുള്ളിക്കാരിയല്ലേ? പുള്ളിക്കാരില്ല, ഒരു പുള്ളിക്കാരൻ പറഞ്ഞതാണ്. ഇത് ഇവരിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി വയ്ക്കുന്നത് ശരി, നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസിഡറേഷൻ ഒക്കെ തരാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം. അതെനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. നമുക്ക് ആ ബൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇതിന്റെ കൂടെ എടുത്ത് ഇടാം. എനിക്ക് സാധനം മനസ്സിലായി. ഇതും കണ്ടാണ് ഈ ട്രാൻസ്ജെൻഡറിലും വന്ന് എന്തെങ്കിലും ഡിസബിലിറ്റി കാറ്റഗറി എന്നുള്ള രീതിയിൽ. അല്ല, ട്രാൻസ്ജെൻഡറിന്റെ കേസിൽ ഇപ്പൊ ഈ പറഞ്ഞ സെൽഫ് ഡിക്ലറേഷൻ പോരാ, ഇതൊരു മെഡിക്കൽ ഡിസബിലിറ്റി എന്നുള്ള കാറ്റഗറിയിൽ തന്നെ സ്പെഷ്യൽ കാറ്റഗറി നമുക്ക് നമ്മളിരുന്ന് പറഞ്ഞ ശരിയില്ല. അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആരെങ്കിലും കൂടുതൽ അല്ല, അത് നമുക്ക് വേറെ എപ്പിസോഡായിട്ട് നമുക്ക് അത് വിടാം. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് സംഭവം ഇത്രയ്ക്കുള്ളൂ. അതായത് അവർക്കുള്ള റൈറ്റ്സുകൾ കുറച്ചധികം റൈറ്റ്സുകളുണ്ട്. അതിൽ കുറെ ആവശ്യമുള്ള റൈറ്റ്സുകളുണ്ട്. ആ ആവശ്യമുള്ള റൈറ്റ്സ് അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യണതുണ്ട്. നല്ല കാര്യങ്ങള് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മെയിനായിട്ട് ഇത്ര ചെയ്യേണ്ടത് ദുരുപയോഗം ചെയ്യാണ്ട് ചെയ്യാ. പെണ്ണാണ് എന്നും പറഞ്ഞ പെണ്ണിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എടുക്കരുത്. എന്തായിരുന്നു? ആക്ച്വലി വുമൺ കാർഡ് എടുക്കരുത്, കാർഡ് കയറരുത്. ആക്ച്വലി വുമൺ കാർഡ് എന്നുള്ളതല്ല, അതിനെ ആക്ച്വലി വിക്ടിം കാർഡ് എന്ന് പറയാറ്. സ്ത്രീകളെല്ലാരും വിക്ടിം കാർഡാണ്, വിക്ടിം കാർഡ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. അതുപോലെ ആണുങ്ങളും ഇറക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് കുറെ പേര്. അല്ല, അവര് ഒരു നിമിഷം അവര് സ്ത്രീയാണെന്നുള്ള ചിന്തിക്കാണ്ട് ജെന്യൂനായിട്ട് ചിന്തിക്കുക. ഓക്കെ, എനിക്ക് ഇതിന്റെ പരിഗണന ഇത്രയും പരിഗണന അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. റൂൾസ് പിന്നെ ആവശ്യമില്ലാത്തൊരു കൺസിഡറേഷൻ അതെല്ലാം പറഞ്ഞേ, കാർഡ് ഉപയോഗിക്കരുത്, കാർഡ് കയറരുത്. നിലവിലുള്ള എല്ലാ റൂൾസും നല്ലത് തന്നെയാണ്. അതിൽ ചില റൂൾസിൽ ഇച്ചിരി മോഡിഫിക്കേഷൻ കൊണ്ടുവരണം, ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയണ്ട, ഒരു പെണ്ണുങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണത്തിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഓരോ ഡീറ്റെയിൽസും പുറത്തു. നമ്മളിപ്പോ സംസാരിച്ച പ്രകാരം പെണ്ണുങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങൾ കിട്ടണോണ്ടാണോ ഈ നാട്ടിൽ ഇപ്പൊ ഈ ആൺപിള്ളേര് കൂടുതലും പെൺപിള്ളേർക്ക് പോണേ? നീ അതാലോചിച്ച് നോക്കി. ട്രാൻസ്ഫോമൺ ആവുന്നത് ഇനി അതുകൊണ്ടാണോ? അവർക്ക് അതിൽ കൂടുതൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് പണ്ട് കാലങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇതേപോലെ മാറുന്നവരെ കാണല് കുറവാ. സോഷ്യൽ മീഡിയ അല്ല, നേരിട്ട് കാണല്. വേറൊരു ടോപ്പിക്കിലേക്ക് പോകുന്ന പരിപാടി ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം. കാരണം നമ്മൾ 4 പേരും എനിക്ക് തോന്നുന്നു ഒരേ സൈഡിൽ നിന്ന് സംസാരിക്കാൻ ചാൻസ് ഉള്ളൂ. അതിൽ അപ്പുറ സൈഡിൽ ഒരാൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. 4:1 വെച്ചിട്ട് ഒപ്പോസ് ചെയ്യുന്നല്ലേ ഞാൻ പറയണേ. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടും. നമുക്ക് അത് വേണമെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ടോക്ക് ഷോ ഒക്കെ ഉണ്ടാവും. നമുക്ക് അവരുടെ
സൈഡ് കേൾക്കാൻ വേണ്ടി അവർക്ക് സംസാരിക്കാൻ സൈഡ് കേൾക്കാൻ പാകത്തിന് അവരുടെ ആംഗിളിൽ നിന്ന് നമുക്ക് കേൾക്കാനുണ്ടാവില്ല. ഡിബേറ്റ് പോലെ ഒന്നും വെക്കണ്ട. അവർക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ അവര് പറയട്ടെ. അതാണ് തോന്നുന്നു ബെറ്റർ, ഡിബേറ്റിനേക്കാൾ നല്ലത്. കാരണം കൂടുതൽ സ്ഥലങ്ങളിലും ഡിബേറ്റിനുള്ള മട്ടിൽ ഇപ്പൊ പോയോണ്ടിരിക്കുന്ന അപ്പൊ നമുക്ക് അവരെ കൊണ്ട് അവർക്ക് എന്താണ് സൊസൈറ്റിയോട് പറയാൻ ഉള്ളത് അത് പറയാൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മളവരോട് ചോദിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ആണ്, നമ്മുടെ ഡൗട്ടുകൾ അവരോട് എന്താ വെച്ചാൽ പറയട്ടെ. അതിന്റെ കറക്റ്റ് റീസൺ എന്താണെന്ന്. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ചായ പിടിക്കാൻ വന്നിട്ട് ഒരു കപ്പ് ചായ പോലും തന്നില്ലല്ലോ. കോഫി മെഷീൻ, കോഫി ഇവിടെ എല്ലാവർക്കും മരുന്നടത്തുനിന്ന് കോഫിയും സമൂസ ഒക്കെ സർക്കാസ്റ്റിക് ഫ്രൈഡേ എന്ന് പറയുന്ന ആൾക്കാർ തരും. എല്ലാം പറഞ്ഞു പോലെ